ജീസസ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശരീരവും ആത്മാവും ചേർന്നുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലെയും സ്വർഗത്തിലെയും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളും തിരുസഭയുടെ പ്രബോധനങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ അതിൻ്റെ ഒരു സാരാംശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്ന് ഉള്ളൊരു ജീവിതമാണ്. ഈ ശരീരം അവിടെ സ്വർഗത്തിൽ കയറാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ശരീരം വെറും പുഴുവും കൃമിയും കീടമാണ്. ഇത് നാശം, ഇത് മോശം, ഇത് നാശം, ഇതൊരു ചീത്ത, അങ്ങനെ ചിന്തിക്കരുത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ഈ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തെ, ഈ ഭൂമിയിൽ ഞാനും നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. ആത്മാവിനെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ ഈ ശരീരത്തെയും വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കണം. 1 തെസ്സലോനി 4 അധ്യായം 4 തിരുലിഖിതം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ഈ ശരീരത്തെ നമ്മൾ മദ്യപിക്കാൻ പാടില്ല. ഈ ശരീരം കൊണ്ട് വ്യഭിചാരത്തിന് പോകരുത്. ഈ ശരീരം കൊണ്ട് സ്വർഗ്ഗഭോഗത്തിന് പോകരുത്. ഈ ശരീരത്തിൽ സ്വയംഭോഗം ചെയ്യരുത്. ഈ ശരീരത്തിൽ പരീക്ഷണങ്ങൾ നടത്തരുത്. ഈ ശരീരം കൈയും കാലും വെട്ടിമുറിച്ച് കളയരുത്. ഈ ശരീരം ആത്മഹത്യക്ക് വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തിൽ പച്ച കുത്തരുത്. ഈ ശരീരം മൃഗഭോഗത്തിന് വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തെ നിങ്ങൾ അശുദ്ധമാകാനും അപമാനിതമാകാനും അനിയന്ത്രിതമായ കാമവികാരങ്ങൾക്ക് പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാനും ഒരിക്കലും ജീവിതം ഇടവരരുത് എന്ന് പരിശുദ്ധാത്മാവ് അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം? ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പോകേണ്ട ശരീരമാണ്. ഇവിടുത്തെ കാള മരിച്ചാൽ, പോത്ത് മരിച്ചാൽ, പശു മരിച്ചാൽ, എരുമ ചത്താൽ അത് നേരെ മണ്ണിലേക്ക് പോകും. അതിനൊരു ഉയർപ്പ് പ്രതീക്ഷിക്കേണ്ട. എന്നാൽ നമ്മുടെ ശരീരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഉയർക്കപ്പെടേണ്ട ശരീരമാണ്. ഈ ആത്മാവ് എവിടെയാണോ അവിടേക്ക് ഈ ശരീരവും പോകണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എന്താ മുഖം വക്രിച്ചു പോയേ? ഹല്ലേലൂയ. എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം എനിക്കും ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആ ചെറുപ്പകാലത്ത് മരിച്ചടക്കിന് പോകുമ്പോൾ ആളുകളെ ഇങ്ങനെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതിനകത്ത് ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അതിൽ ഇത് അന്ത്യ പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള ബൈബിളൊക്കെ വായിക്കും. അപ്പം ഞാൻ പറയും തോന്നിയാസം ഉറക്കെ പറയില്ല, പതുക്കെ ഹൃദയത്തിൽ. കാരണം എന്താ, ഇതങ്ങനെ ഉയർത്തെഴുന്നേൽക്കുമോ? നിങ്ങൾ പറ. ഇത് മരിച്ച് 10 ദിവസത്തിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ് അത് ചില ശരീരങ്ങളൊക്കെ മരങ്ങൾ വലിച്ചെടുക്കും, ചിലതിനെ പുല്ല് വലിച്ചെടുക്കും, ചിലത് പക്ഷി കൊത്തി തിന്നും, ചിലത് മത്സ്യം സമുദ്രത്തിൽ പോകണൊക്കെ മത്സ്യം തിന്ന് തീർക്കും, പിന്നെ ചിലത് മൃഗങ്ങൾ കടിച്ച് തിന്നും. സിംഹമൊക്കെ പിടിക്കണമെങ്കിൽ സിംഹം കടിച്ച് തിന്നുകൊണ്ട് പോകും. അങ്ങനെ പല സ്ഥലത്തായിട്ട് പോകും. എല്ലൊരു സ്ഥലത്ത്, തലയൊരു സ്ഥലത്ത്, കാലൊരു സ്ഥലത്ത്. ഒരു 10,000 വർഷം മരിച്ചയാളുടെ കാലും തലയൊക്കെ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ? അത് പൊടിഞ്ഞ് കുറേ എല്ലുപൊടിയായി പോയിട്ടുണ്ട്. 10,000 വർഷം കൊണ്ട് നമ്മുടെ ഈ ശരീരമൊക്കെ എങ്ങനെയായി തീരുന്ന ആർക്കറിയാം. പല വിധത്തിലൂടെ കടന്ന് പോവുകയാണ്. ശരിയല്ല അത്? അപ്പം അന്ന് ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്ന എങ്ങനെയാണ്, ഈ ശരീരമൊക്കെ ഉയർക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുകയാവും. അല്ലാതെ അത് അക്ഷരാർത്ഥം നടക്കുമോ? ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് ശരി. എന്നാൽ ശരീരം സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകണില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ഒരു പുസ്തകം ഞാൻ പരിചയപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ പേരാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതെല്ലാവരും ഒന്ന് വാങ്ങി വായിക്കണം, നല്ലതാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൽ 990 ഖണ്ഡിക 990 ആ ഖണ്ഡികയിൽ പരിശുദ്ധ സഭ തൻ്റെ മക്കളെ പഠിപ്പിക്കുന്നൊരു പ്രബോധനമുണ്ട്. ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരും എന്നുകൂടെ അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് അന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്നതാണ് എന്ത്, നമ്മുടെ ആത്മാവ് അമർത്യമാണ്, ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, ശരീരം മണ്ണിലേക്ക് അത് ചീഞ്ഞളിഞ്ഞു പോകും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിങ്ങൾ ചിലരും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ചെറിയ ബുദ്ധിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പരിശുദ്ധ സഭ
പരിശുദ്ധാത്മാവിൻ്റെ അനന്തജ്ഞാനത്തിൽ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ശരീരം പോലും ജീവനിലേക്ക് വരുമെന്നുകൂടെ അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ വട്ടായിലച്ച മരിച്ചാൽ ഇപ്പോൾ വട്ടായിലച്ചൻ്റെ ആത്മാവ് നേരെ ദൈവസന്നിധിയിലേക്ക് പോകും, ജഡം ഭൂമിയിലേക്ക് പോകും. മനുഷ്യ നീ മണ്ണാണ്, മണ്ണിലേക്ക് മടങ്ങും, ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകുമെന്ന് ദാനിയേൽ പുസ്തകത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് ധൂളി അതിൻ്റെ ഉറവിടത്തിലേക്ക് പോകും. മനുഷ്യൻ മണ്ണാണ്, മനുഷ്യൻ മണ്ണിലേക്ക് പോകും. എന്നാൽ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വീണ്ടും അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് പ്രകാരമാണ്. കാരിസ്മ കാത്തലിക് ചർച്ചിലെ 997 ഖണ്ഡിക മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിച്ചു പോകുന്നു, ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാവുന്നു. ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവൻ പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇത് എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകാത്ത വിഷയമായിരുന്നു. എന്നാൽ പെട്ടെന്ന് മനസ്സിലായ ഒരു സംഭവം നിങ്ങളോട് പറയാം. അതായത് എസെക്കിയേൽ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് ഇതിന് സദൃശമായൊരു സംഭവം വെളിപ്പെടുത്തുന്നുണ്ട്. എസെക്കിയേൽ പുസ്തകത്തിൽ 37-ാം അധ്യായം, ആ 37-ാം അധ്യായത്തിൽ എസെക്കിയേൽ പ്രവാചകനെ ദൈവം ഒരു താഴ്വരയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരുപാട് ആളുകൾ മരിച്ച്, ആയിരക്കണക്കിന് വർഷങ്ങളായി മരിച്ച്, അങ്ങനെ മരിച്ചവരുടെ അസ്ഥികളെല്ലാം കൂടെ കൂടിക്കടന്നിരുന്ന അസ്ഥികളുടെ വരണ്ട താഴ്വര. ആ താഴ്വരയിലേക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനായ എസെക്കിയേലിനെ കൊണ്ടുവന്നത്. 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിലാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. എസെക്കിയേൽ 37 1 മുതൽ 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. എന്നിട്ട് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യപുത്ര, ഈ വരണ്ട അസ്ഥികൾക്ക് ഇനി ജീവിക്കാനാവുമോ എന്ന് പറഞ്ഞാൽ, ആ താഴ്വരെ നോക്കുമ്പോൾ ഒരുപാട് അസ്ഥികൾ, കുറേ തലയോട്ടികൾ, കുറേ കാലിൻ്റെ അസ്ഥി, കുറേ കൈയുടെ അസ്ഥി, കുറേ വാരിയല്ലുകൾ, അതും ഇതിങ്ങനെ പീസായിട്ട് പൊടിഞ്ഞ് ദ്രവിച്ചത്, 10,000 വർഷം പഴക്കമുള്ളത്, 5,000 വർഷം പഴക്കമുള്ളത്, 1000 വർഷം പഴക്കമുള്ളത്, 500 വർഷം പഴക്കമുള്ളത്, ഒരു വർഷം വല്ല യുദ്ധം നടന്ന് കൂട്ടത്തോടെ ചത്തതോ, പകർച്ചവ്യാധി വന്ന് മരിച്ചതിനെല്ലാം കൂടെ വലിച്ചുകൊണ്ടിട്ടതോ, എങ്ങനെയെങ്കിലും ആകട്ടെ, അങ്ങനെ ഒരുപാട് അസ്ഥികൂടങ്ങൾ ചിന്നിച്ചതറി കടന്നിരുന്ന വരണ്ട അസ്ഥികളെല്ലാം കൂടെ, ഇനി വല്ല അസ്ഥികുഴിയാണോ എന്ന് അറിയാൻ പാടില്ല, എന്തായാലും ശരി, ഒരുപാട് വരണ്ട അസ്ഥികൾ കടന്നിരുന്ന താഴ്വര. ഇത് ആരുടെയാ? പേരുമില്ല, ഉടയവനുമില്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഈ അസ്ഥിയും കാലും തലയും എല്ലാം കൂടി കിടക്കല്ലായിരുന്നു, ചിന്ന ഭിന്നമായി കിടക്കുക. എന്നിട്ടാണ് ദൈവം ചോദിക്കുന്നത്, പ്രവാചക പറയൂ, ഈ വരണ്ട അസ്ഥികൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ? പ്രവാചകൻ നല്ല മലയാളികളുടെ അതേ സ്വഭാവമുള്ള പ്രവാചകനായിരുന്നു. മൂപ്പരുമുണ്ടാതെ കുറച്ചു നേരം നിന്നു. എന്നിട്ട് പറഞ്ഞു, കർത്താവെ, അങ്ങേക്കറിയാലോ, എന്താച്ചാ വിചാരിച്ചെടുത്തോ, അല്ലാതെ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ അസ്ഥികളോട് പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ എന്ന് നീ അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് ദൈവമായ കർത്താവ്. ഇത് അസ്ഥികളോട് പറയാൻ പ്രവാചകനോട് ദൈവം പറഞ്ഞു. പ്രവാചകന് ദൈവം പറഞ്ഞ പിന്നെ മേലും കീഴും നോട്ടമില്ല, പിന്നെ സംശയമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ കണ്ണു അടച്ച് ഈ അസ്ഥികളോട് പറഞ്ഞു, വരണ്ട അസ്ഥികളെ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കുക, നിങ്ങളുടെ മേൽ ചർമ്മം വരട്ടെ, മാംസം വരട്ടെ, ജീവൻ വരട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങോട്ട് പറഞ്ഞു. ദൈവം എന്ത് പറഞ്ഞു അതുപോലെ ഈ അസ്ഥികളോട് പ്രവചിച്ച് ദൈവത്തിൻ്റെ വചനം വരണ്ട അസ്ഥികളോട് പറഞ്ഞ് എന്താ സംഭവിച്ചത്? പറഞ്ഞങ്ങോട്ട് തീർന്നു. തൽക്ഷണം ഒരു ഭയങ്കരമായ കിരികിരാന്നുള്ള സ്വരം. പ്രവാചകൻ നോക്കുമ്പോൾ അതാ ഒരു തലയോട്ടി പറന്നു വരുന്നു, ഇതാ ഒരു കാലിൻ്റെ കഷ്ണം പറന്നു വരുന്നു, അതൊരു കൈയുടെ വിരൽ പറന്നു വരുന്നു. നോക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും അസ്ഥി കഷ്ണങ്ങളെല്ലാം കൂടി ഓടിക്കൂടി ഇതാ മനുഷ്യരൂപ പോലെ ഓരോരോ അസ്ഥികൾ അസ്ഥിയോട് ചേരുന്ന രംഗം പ്രവാചകനോട് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ വളണ്ടിയേഴ്സ് ഇല്ല, ട്രാഫിക് നിയന്ത്രിക്കുന്ന ആളുകൾ ആരുമില്ല. അവിടെ അസ്ഥികളോട് ഓടിക്കൂടുക. കിരികിരാന്നൊരു സ്വരം. തലയോട്ടി, അതിൻ്റെ കാലിൻ്റെ അസ്ഥികളും അതിൻ്റെ ഓരോരുത്തരുടെ അസ്ഥികൾ തമ്മിൽ കണ്ടുപിടിച്ച് കൂടി യോജിച്ചുകൊണ്ടിരുന്നു.
കാലും തലയും കയ്യും കാലും എല്ലാം കൂടി നാനാഭാഗത്ത് ഓടിക്കൂടി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ മാംസം വന്നു നിന്ന്, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഞരമ്പ് വന്നു നിന്ന്, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചർമ്മം പൊതിഞ്ഞു നിന്ന്, എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ എഴുന്നേരിങ്ങനെ നിൽക്കുകയാണ്. പ്രവാചകൻ ഇതെന്ത് ഏർപ്പാട്! ഇതിനു മുമ്പ് ഇങ്ങനെ പ്രവാചകൻ കണ്ടിട്ടില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പ്രവാചകൻ എന്ത് ഏർപ്പാടാന്ന് വിചാരിച്ചിങ്ങനെ നോക്കി നിൽക്കുക. ഉടനെ ചോദിച്ചു, പ്രവാചക ഇതിന് ജീവിക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, 4 വായുക്കളിൽ നിന്ന് ജീവശ്വാസത്തോടെ ഈ നിഹതന്മാരുടെ മേൽ വീശാൻ ഓർഡർ ഇടാൻ പറഞ്ഞു. പ്രവാചകൻ അതനുസരിച്ച് കൽപ്പിച്ചു. അതാണ് 37-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യപുത്ര, ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക, ഇവർക്ക് ജീവനുണ്ടാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, ഇതാ ഈ നിഹതന്മാരുടെ മേൽ ദൈവത്തിൻ്റെ ശ്വാസം വന്ന് നിറഞ്ഞ് അത് ഒരു സൈന്യം പോലെ ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്താ ചെയ്തതെന്ന് പറഞ്ഞില്ല, എന്തായാലും അവിടെ വെച്ച സംഭവം നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ട ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ചോദ്യം ചോദിച്ച്, വെറും ഒരു പ്രവാചകൻ ദൈവപുത്രനാണോ? സാധാരണ ഒരു മനുഷ്യനെ വിളിച്ച് പ്രവാചകനാക്കി. ഇപ്പോൾ നമ്മൾ വൈദികരെ വിളിച്ച് വൈദികനാക്കിയിരിക്കുന്ന പോലെ, സിസ്റ്റർമാരെ വിളിച്ചിട്ട് സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്ന പോലെ ഒരു ദൈവവിളി, പ്രവാചകനായ ഒരു ദൈവവിളി. അങ്ങനെ പ്രവാചകനെ വിളിച്ച് പ്രവാചകനാക്കി ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. ആ മനുഷ്യൻ വാ പൊളിച്ച് ദൈവം പറഞ്ഞ വചനം ഈ വരണ്ട അസ്ഥികൾ താഴെ വരെ വന്ന് വാ പൊളിച്ചങ്ങ് ഉറക്കെ പറഞ്ഞപ്പോൾ ഈ അസ്ഥികളെല്ലാം കൂടി ഓടിക്കൂടി. അതിൻ്റെ മേൽ മാംസം വന്നു, ചർമ്മം വന്നു, തൊലി വന്നു, കണ്ണ് വന്നു, ചെവി വന്നു, എല്ലാം മുളച്ച് ഇതാ സാധാരണ പോലെ ഒരു മനുഷ്യനായി അതിൻ്റെ മേൽ ജീവൻ വന്ന് നിറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ചോദിച്ച ചോദ്യമുണ്ട്, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു പറഞ്ഞാൽ സംഭവിക്കാതിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? യേശു ക്രിസ്തു ലോകത്തിൽ പറയാണ്, വരണ്ട അസ്ഥികളെ നിങ്ങൾ ഒരുമിച്ച് കൂടെന്ന് പറഞ്ഞാൽ സംഭവിക്കാതിരിക്കുമോ? പറ. സംഭവിക്കും. അങ്ങനെയെങ്കിൽ ദൈവപുത്രനായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഒരു നാൾ ഞാൻ അങ്ങനെ പറയും എന്നാണത് അന്ത്യ പുനരുദ്ധാനത്തിൽ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഹല്ലേലൂയ. ഒരു നാൾ വരും, അന്ന് ദൈവപുത്രനായി യേശു ക്രിസ്തുവിന്റെ സ്വരം മുഴങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരം മുഴങ്ങുമ്പോൾ ദൈവപുത്രൻ പഠിപ്പിക്കുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, കല്ലറകളിലുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം ഇതാ വരുന്നു. അന്ത്യ പുനരുത്ഥാനത്തെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ യേശു പഠിപ്പിച്ചത്. അന്ത്യ പുനരുത്ഥാന ദിവസത്തിൽ ദൈവപുത്രൻ ആകാശത്തിൽ തൻ്റെ വിശുദ്ധരുടെ 10,000 അഗ്നിയിൽ എഴുന്നള്ളും. അവിടുന്ന് തൻ്റെ ദൂതന്മാരുടെ അകമ്പടിയോടെ അഗ്നിയിൽ എഴുന്നള്ളുന്ന ദിവസമുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുടെ അകമ്പടിയോടെ, തൻ്റെ ദൂതഗണങ്ങളുടെ 10,000 അകമ്പടിയോടെ അഗ്നിയിൽ എഴുന്നള്ളുമ്പോൾ അവൻ കൽപ്പിക്കും, കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം കേട്ട് നിത്യജീവന് വേണ്ടി നന്മ ചെയ്തവരും നിത്യലജ്ജയ്ക്ക് വേണ്ടി തിന്മ ചെയ്തവരും ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് പുറത്തു വരും എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം 1 തെസ്സലോനി 4:16 വചനം പഠിപ്പിക്കുന്നു, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ശരീരങ്ങളുടെ ഒരു ഉയർപ്പുണ്ട്. അന്ത്യവിധി ദിവസമുണ്ട്, അന്ന് ശരീരങ്ങൾ ഉയർപ്പുണ്ട്. അന്ന് ദൈവപുത്രന്റെ സ്വരം മുഴങ്ങും, പ്രധാന ദൂതന്റെ കാഹളം മുഴങ്ങുകയും അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും ദൈവത്തിന്റെ ശബ്ദം ഉയരി കാഹളത്തിന് മുഴങ്ങുകയും ചെയ്യുമ്പോൾ ഈ മണ്ണിലുള്ളവർ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. ഞാൻ ഉയർക്കും, നിങ്ങൾ ഉയർക്കും, നമ്മുടെ ഓരോരുത്തരുടെ ശരീരങ്ങൾ ഉയർത്തു വരും. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ ശരീരം കണ്ടാൽ സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങും. മത്തായിയുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായം 43-ാം വാക്യപ്രകാരം നന്മ ചെയ്തവരുടെ ശരീരം അന്ന് എങ്ങനെയായിരിക്കും? അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. അവിടെ പിന്നെ വേറെ വിളക്കില്ല, സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ശരീരമായിരിക്കും നമ്മുടെ ഈ ശരീരം.